മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കുവാൻ എംപിയുടെയും ഇടുക്കി ജില്ലയിലെ എംപിമാരുടെയും നേതൃത്വത്തിൽ തീരുമാനം. ഡീൻ കുര്യാക്കോസ് എംപി, ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, എംഎൽഎമാരായ റോയ് കെ പൗലോസ്, സിറിയക് തോമസ്, സേനാപതി വേണു, എഫ് രാജ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവക്കാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. ജനജാഗ്രതാ സമിതിയുടെയും റാപ്പിഡ് റെസ്പോൺസ് ടീം, പ്രൈമറി റെസ്പോൺസ് ടീം എന്നിവയുടെയും പ്രവർത്തനം ശക്തമാക്കും. സംഘർഷ സാധ്യത കൂടിയ മേഖലയിൽ പ്രദേശവാസികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. മാലിന്യ സംസ്കരണം ഉറപ്പാക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകും. ക്ഷീരകർഷകർക്ക് ബോധവൽക്കരണവും സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സോളാർ ഫെൻസിംഗ് നടപ്പാക്കുന്നത് പരിഗണനയിലുണ്ട്. കൂടാതെ ട്രെഞ്ച് നിർമ്മാണം തുടങ്ങിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ യോഗം നിർദ്ദേശിച്ചു. ഓരോ ഡിവിഷന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്താണ് ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പദ്ധതികൾ തയ്യാറാക്കേണ്ടത്. ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ തയ്യാറാക്കണം. ഓരോ വനമേഖലയുടെയും സംരക്ഷണശേഷി സംബന്ധിച്ച പഠനം നടത്തിവരികയാണ്. വനമേഖലയിലെ അനധികൃത വേലികളും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും. അടിയന്തര ഘട്ടത്തിൽ വിനിയോഗിക്കുവാനായി എമർജൻസി ഫണ്ട് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ദേവികുളം ആസ്ഥാനമായാണ് പ്രധാന RRT പ്രവർത്തിക്കുന്നത്. ചിന്നക്കലാൻ ആസ്ഥാനമാക്കി മറ്റൊരു RRT കൂടി സജ്ജമാക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 64 RRTകളിലായി 649 പേരാണ് മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. തൊടുപുഴ, അറുക്കുളം മേഖലയിലും സേവനം ലഭ്യമാക്കും. വന അതിർത്തി മേഖലയിലെ ഫെൻസിംഗ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുവാൻ യോഗം നിർദ്ദേശിച്ചു. ഇടുക്കി പാക്കേജ് പ്രകാരം ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് കരാറുകാരെ ലഭിക്കാത്ത അവസ്ഥയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഉപ്പുതറയിൽ ഫെൻസിംഗ് ചിലർ നശിപ്പിച്ചതായും പരാതി ഉയർന്നു. കാട് മൂടിക്കിടക്കുന്ന എസ്റ്റേറ്റുകൾ കാട് വെട്ടിത്തെളിക്കുന്നതിന് ഉടമകൾക്ക് നിർദ്ദേശം നൽകും. വന്യജീവി സംഘർഷ മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. ജനവാസ മേഖലകളിൽ വനമെന്ന് സർവേ രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തിയത് സംബന്ധിച്ച് പരിശോധന നടത്തുവാനും തീരുമാനിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് DK വിനോദ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ഫെസ്റ്റ് ന്യൂസ്, ഇടുക്കി.